ഇതിനകത്ത് ഈ തിരിച്ചടിക്ക് ഒരു വലിയ ഒരുക്കമുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഈ തിരിച്ചടിക്കുള്ളിൽ വലിയ ഒരുക്കം എന്ന് പറഞ്ഞാൽ ഇന്ത്യ നേരിട്ട് പാകിസ്ഥാനെ അടിക്കുന്ന ഒരു അവസ്ഥയല്ല എന്ന് പറയാം. പാകിസ്ഥാനെ ആദ്യം അടിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അഫ്ഗാനിസ്ഥാനായിരിക്കും. നമ്മൾ ആദ്യമേ നമുക്ക് പിന്നെ രണ്ടാമത് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഒരു രീതിയാണ്. പാകിസ്ഥാന് കൂലി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂലി കിട്ടാൻ പോകുന്ന ഒരു രാജ്യമുണ്ട് ബംഗ്ലാദേശ്. കാരണം ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇങ്ങനെ പൊന്നിയിൽ മാന്തുന്ന പോലെ സാധനങ്ങൾ മാന്തിക്കൊണ്ടിരിക്കുക. മദ്രസകളും മറ്റ് സംവിധാനങ്ങളും വളരെ കൂടുതലായിട്ട് അന്ന് തൊട്ടേ പാകിസ്ഥാൻ അവിടെ ISI പാകിസ്ഥാൻ ചാരസംഘടന ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊരു കാരണമായിട്ട് നമ്മളിത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി നമ്മളുടെ ചില സംവിധാനങ്ങൾ ഒരുപക്ഷെ അതിർത്തിയിൽ നമ്മൾക്ക് ത്രെട്ടായിട്ട് നിൽക്കുന്ന പല മേഖലയിൽ, ഇപ്പോൾ ചിക്കൻ നെക്കിനകത്ത് തന്നെ നമുക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ ചൈനയുമായിട്ടൊരു ശകലം കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് പോലെയൊക്കെ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് യുദ്ധം ഉണ്ടായാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് പിടിക്കാമല്ലോ. ബംഗ്ലാദേശിന് അടി കിട്ടും. അപ്പം ഞാനീ പറഞ്ഞ ജയശങ്കറിൻ്റെ മൗനം, ജയശങ്കർ ഈ പല രാജ്യങ്ങളുമായിട്ട് നയതന്ത്രത്തിനകത്ത് അദ്ദേഹത്തെ കഴിഞ്ഞുള്ള കാര്യമുള്ളൂ. UN പോയാലും കാര്യം പറയും, എവിടെ പോയാലും കാര്യം പറയും. ഇപ്പോൾ ജന്നി പറഞ്ഞല്ലോ, കുറച്ചേ കാര്യം പറയത്തുള്ളൂ, ക്യാപ്സൂൾ ഐറ്റമാണ്. അറിയാം കാര്യം പറയുന്നതിനകത്ത് പ്രാവശ്യം UN-ലൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഈ UN സെക്രട്ടറി ജനറലൊക്കെ ഇരുന്ന് വിറയ്ക്കുക. കാരണം ചോദ്യത്തിന് മറുപടി ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ട് ഏതാണ്ട് ഒരു കാര്യത്തിനകത്ത് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കൊന്ന് പാകിസ്ഥാനോടോ തുർക്കി, ഇയാൾക്ക് എന്താണ് ഇതിനകത്ത് ഉദ്യോഗസ്ഥനെടുത്ത്, നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് മറുപടി പറയാൻ അധികാരം? രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതിന് നിങ്ങളാരായത്? അപ്പം ചോദ്യം ചോദിക്കുക, അത് അവിടെ നിർത്തുക. പ്രധാനമന്ത്രി പോകണ്ടാത്ത അല്ലെങ്കിൽ പോകാത്ത ഒരു സ്ഥലത്ത് അതേ വലിപ്പത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ കശ്മീർ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ആരാണ്? അതെ, മാത്രമല്ല വേറെ ഉദ്യോഗസ്ഥൻ ഏതാണ്ട് കാര്യം പറഞ്ഞു ഇയാളെ സംസാരിക്കും രാജ്യത്തിന്റെ വിഷയത്തിൽ. അപ്പോൾ ഈ രീതിയിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പം പ്രധാനമന്ത്രി പോകാതെ ഒരു വിഷയം, ഇപ്പോൾ ഒരു വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ രാജ്യാന്തര ചർച്ച, പ്രധാനമന്ത്രി പോകുന്നില്ല, അപ്പോൾ അതൊരു വാർത്തയാവും. പക്ഷേ നമുക്കവിടെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. പ്രധാനമന്ത്രി പറയുന്നതിനെക്കാട്ടിൽ ആ കാര്യം വ്യക്തത വരുത്തി അവിടെ പറയുന്നതിന് സാധിക്കുന്ന വിടുന്ന ഒരാളാരെന്നറിയാം. ഫസ്റ്റ് അജിത് ഡോവൽ, ജയശങ്കർ വിദേശകാര്യമന്ത്രി. പിന്നെ അജിത് ഡോവലിനെയും റഷ്യയിൽ നമ്മൾ വിട്ടേരാൻ